ബസ് ടിക്കറ്റിനുള്ള പണം ലാഭിക്കാൻ വേണ്ടി ജാക്ക് തന്റെ അനുജത്തിയായ എലീസയെ ഒരു മുള കൊണ്ടുള്ള കുട്ടയിൽ ഒളിപ്പിച്ചു. എന്നാൽ ബസ്സിൽ കയറും മുമ്പ് കണ്ടക്ടർ ആ കുട്ട പിടിച്ചെടുത്ത് ലഗേജ് കമ്പാർട്ട്മെന്റിൽ വെച്ചു. അകത്തു കുടുങ്ങിയ എലീസ പേടിച്ചു തല പുറത്തിട്ട് നോക്കിയപ്പോൾ ഇരുട്ടു മാത്രം. ബസ്സിലിരുന്ന് ജാക്ക് പരിഭ്രാന്തനായി കണ്ടക്ടറോട് ലഗേജ് കമ്പാർട്ട്മെന്റ് സുരക്ഷിതമല്ലേ എന്ന് ചോദിച്ചു. ഓരോ സ്റ്റോപ്പിലും സാധനങ്ങൾ ഇറക്കുന്നുണ്ട്, പേടിക്കണ്ട എന്നായിരുന്നു കണ്ടക്ടറുടെ മറുപടി. ജാക്ക് ഭയന്ന്, എന്റെ സഹോദരിയാണ് അതിനകത്ത്, അവൾ ശ്വാസം മുട്ടി മരിക്കും എന്ന് അലറി. ഡ്രൈവർ ഉടൻ തന്നെ ബസ് നിർത്തി. കണ്ടക്ടർ ഓടി താഴെ പോയി ലഗേജ് കമ്പാർട്ട്മെന്റ് തുറന്നപ്പോൾ എലീസ അബോധാവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് ജാക്ക് കരഞ്ഞുപോയി. ഭാഗ്യത്തിന് അവളെ പുറത്തെടുക്കാൻ കഴിഞ്ഞു. ബോധം വന്ന എലീസ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജാക്കിനെ കെട്ടിപ്പിടിച്ചു. ജാക്ക് അവളെ ആശ്വസിപ്പിച്ച് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അവർ ബസ്സിൽ തിരിച്ചെത്തിയപ്പോൾ കണ്ടക്ടർ ടിക്കറ്റ് എടുക്കാൻ ആവശ്യപ്പെട്ടു. ജാക്കിന്റെ കയ്യിൽ പണമില്ലെന്നറിഞ്ഞപ്പോൾ കണ്ടക്ടർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരെ ശകാരിച്ചു. അപ്പോൾ പിൻസീറ്റിലിരുന്ന ഒരു സുമനസ്സായ ആൾ അവരുടെ അവസ്ഥ കണ്ട് പണം നൽകി സഹായിച്ചു. യാത്രക്കിടയിൽ ഒരു സർവീസ് ഏരിയ എത്തിയപ്പോൾ ജാക്ക് ഗ്വാങ്ഷു എത്ര ദൂരമുണ്ടെന്ന് കണ്ടക്ടറോട് ചോദിച്ചു. ദേഷ്യപ്പെട്ട കണ്ടക്ടർ ഇത് ചാങ്ഷായ്ക്ക് പോകുന്ന ബസ്സാണ് എന്ന് പറഞ്ഞ് അവരെ റോഡിൽ ഇറക്കിവിട്ടു. തണുപ്പിൽ വിറച്ചു നിൽക്കുന്ന എലീസയെ ഒരു മൂലയിലിരുത്തി ജാക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അപ്പോൾ അതുവഴി പോയ ഒരു ട്രക്ക് ഡ്രൈവർ ഗ്വാങ്ഷുവിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞ് ജാക്ക് സഹായം അഭ്യർത്ഥിച്ചു. ആദ്യം മടിച്ചെങ്കിലും കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോൾ ഡ്രൈവർക്ക് മനസ്സലിഞ്ഞു. അവരെ ട്രക്കിൽ കയറ്റി. എലീസക്ക് ചെറുപ്പം മുതലേ ഹൃദയ സംബന്ധമായ അസുഖമുണ്ടെന്നും ചികിത്സയ്ക്കായി അച്ഛനെ തേടി ഗ്വാങ്ഷുവിലേക്ക് പോകുകയാണെന്നും ജാക്ക് പറഞ്ഞപ്പോൾ ഡ്രൈവറുടെ മനസ്സലിഞ്ഞു. ഗ്വാങ്ഷുവിൽ എത്തും മുമ്പ് ഡ്രൈവറുടെ പരിചയത്തിലുള്ള ഒരു സ്ത്രീ അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. കുട്ടികളുടെ കഥയറിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ ഉദ്ദേശം മാറി. തങ്ങൾക്ക് കുട്ടികളില്ലെന്നും ഇവരെ ഇവിടെ നിർത്താമെന്നും ചികിത്സ നൽകി സംരക്ഷിക്കാമെന്നും അവർ ഡ്രൈവറോട് രഹസ്യമായി പറഞ്ഞു. ഡ്രൈവർ ഒന്നും അടിച്ച ശേഷം പുറത്തേക്ക് പോയി ഭാര്യയ്ക്കൊരു സമ്മാനം വാങ്ങി തിരിച്ചു വരുമ്പോൾ കാണാതായ കുട്ടിക്ക് വേണ്ടി തിരയുന്ന ഒരു സ്ത്രീയെ കണ്ടു. അതോടെ അയാൾക്ക് കുറ്റബോധം തോന്നി. കയ്യിലെ പണത്തിലേക്ക് നോക്കി. മനുഷ്യത്വം എവിടെ പോയി എന്ന ശരിയായ തീരുമാനമെടുത്ത അയാൾ രാത്രി മുഴുവൻ ട്രക്ക് ഓടിച്ച് തിരികെ പോയി സ്ത്രീക്ക് പണം തിരികെ നൽകി സമ്മാനം തിരിച്ചേൽപ്പിച്ച് കുട്ടികളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. പിറ്റേന്ന് രാവിലെ ഗ്വാങ്ഷുവിലെത്തിയപ്പോൾ ഡ്രൈവർ പണം നൽകി അവരെ സഹായിക്കാൻ ശ്രമിച്ചെങ്കിലും വിശ്വാസം തകർന്നാൽ പിന്നെ ഒന്നും ബാക്കിയില്ല എന്ന് പറഞ്ഞ് ജാക്ക് അത് വിനയത്തോടെ നിരസിച്ചു. തുടർന്ന് ആ സഹോദരങ്ങൾ ഒരു നിർമ്മാണ സ്ഥലത്തേക്ക് നടന്നു. അവിടെ വെച്ച് അച്ഛനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയോടെ.